അബുദാബിയിലെ ഗതാഗത കുരുക്കിന് വലിയ അളവിൽ പരിഹാരമാകുന്ന തരത്തിൽ ഒരു ട്രാം സർവീസ് വരുന്നതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയാം. യാസ് ഐലൻഡ് മുതൽ വിമാനത്താവളം വരെയാണ്. ആ ദൂരം 20 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ ട്രാം സർവീസ് വരുന്നത്. അബുദാബിയിൽ ഗ്ലോബൽ റെയിൽ നെറ്റ്വർക്ക് അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിലാണ് അബുദാബി ട്രാൻസ്പോർട്ട് കമ്പനി ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയിക്കുന്നത്. ഇത് എന്ന് നിർമ്മാണം പൂർത്തിയാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും നിലവിലെ ഘട്ടത്തിൽ ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ യാസ് ഗേറ്റ്വേ പാർക്കിൽ നിന്ന് ആരംഭിച്ച് യാസ് ദ്വീപിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഫെറാറി വേൾഡ്, യാസ് മറീന സർക്യൂട്ട്, യാസ് ബേ എന്നിവ ബന്ധിപ്പിച്ച് സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട്, ഇത്തിഹാദ് പ്ലാസ, അൽറഹ മാൾ എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനം വരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു തവണ 600ഓളം യാത്രക്കാർക്ക് ട്രാം സർവീസിലൂടെ സഞ്ചരിക്കാൻ പറ്റും. മാത്രമല്ല, ഈ വർഷം അവസാനത്തോടെ വരുന്ന അർബൻ ലൂപ്പ് സംവിധാനവുമായിട്ടൊക്കെ ട്രാം സർവീസ് കണക്റ്റഡ് ആയിരിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ട്രാം പാതയുടെ വിശദാംശങ്ങൾ കാണിക്കുന്ന ഒരു മാപ്പ് ആഗോള റെയിൽ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിമാനത്താവളം മാത്രമല്ല, യാസ് ഐലൻഡ് മാത്രമല്ല, താമസയിടങ്ങളും ഒക്കെ കവർ ചെയ്യുന്ന തരത്തിലാണ് ആ മാപ്പിലൂടെ ഈ ട്രാമിന്റെ പാത വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ട്രാം സർവീസിന് അബുദാബിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് കരുതപ്പെടുന്നത്. അത് എത്രയും വേഗം യാഥാർത്ഥ്യമാവട്ടെ.